പത്തനംതിട്ടയിൽ കെ സുരേന്ദ്രൻ ബിജെപി സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയേറി. അൽഫോൺസ് കണ്ണന്താനത്തെ എറണാകുളത്തും എൻ രാധാകൃഷ്ണനെ ചാലക്കുടിയിലും മത്സരിപ്പിച്ചേക്കും. കേരളം നൽകിയ സ്ഥാനാർത്ഥി പട്ടികയിൽ അഭിപ്രായ ഭിന്നത നിലനിൽക്കുന്നതിനാൽ കേന്ദ്ര നേതൃത്വം അന്തിമ തീരുമാനമെടുത്തില്ല. വിവരങ്ങളുമായി കെ പി അഭിലാഷ് ചേരുകയാണ്. അഭിലാഷ്, ഇപ്പോഴും തിരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ചേരുന്ന സാഹചര്യമുണ്ട്. ഇന്നെങ്കിലും ഒരു പ്രഖ്യാപനം പ്രതീക്ഷിക്കാമോ? പ്രത്യേകിച്ചും പത്തനംതിട്ടയുടെ കാര്യത്തിലുള്ള ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? അമീന, കേരളത്തിലെ സ്ഥാനാർത്ഥി ആരാകും എന്ന് സംബന്ധിച്ച ആകാംക്ഷ തന്നെയാണ് കേരളത്തിലുള്ള BJP RSS പ്രവർത്തകർക്കുള്ളത്. എന്നാൽ കേന്ദ്ര നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം പ്രഥമ പരിഗണന നൽകുന്നത് ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഏപ്രിൽ 11 91 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക എന്നുള്ളതിനാണ്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് പ്രധാനമായും കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയിൽ നടക്കുന്നത്. ഇന്നലെ ഒഡീഷ, ഛത്തീസ്ഗഡ്, കർണാടകം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളുടെ പട്ടിക സംബന്ധിച്ച് വിശദമായ ചർച്ചയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി നടത്തിയത്. ഓരോ സംസ്ഥാനത്തു നിന്നും നൽകിയ പട്ടികയിന്മേൽ മണിക്കൂറുകൾ നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് ഓരോ സംസ്ഥാനത്തെയും സ്ഥാനാർത്ഥികളെ നിർണയിച്ചത്. ഏറ്റവും ഒടുവിലായാണ് മൂന്നാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളത്തിലെ സ്ഥാനാർത്ഥി പട്ടിക പരിഗണനയ്ക്ക് വന്നത്. സംസ്ഥാന നേതൃത്വം നൽകിയ സ്ഥാനാർത്ഥി പട്ടികയിൽ വലിയ ആശയക്കുഴപ്പം തന്നെയാണ് നിലനിന്നിരുന്നത്. തിരുവനന്തപുരത്ത് കുമ്മനം രാജശേഖരൻ മത്സരിക്കുന്നു എന്നത് ഒഴിച്ചു നിർത്തിയാൽ ആറ്റിങ്ങൽ, കൊല്ലം, പത്തനംതിട്ട ഉൾപ്പെടെ കാസർഗോഡ് വരെയുള്ള ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് ഓരോ മണ്ഡലത്തിലും ഒന്നിലധികം സ്ഥാനാർത്ഥികൾ ഉൾപ്പെടുന്ന പാനലാണ് സംസ്ഥാന നേതൃത്വം നൽകിയത്. ഇതിന് കാരണം ചില ലോക്സഭാ മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ താല്പര്യമുണ്ട് എന്ന് ഒന്നിലധികം നേതാക്കൾ താല്പര്യം പ്രകടിപ്പിച്ചതാണ്. പത്തനംതിട്ടയിൽ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള, MT രമേശ്, അൽഫോൺസ് കണ്ണന്താനം, കെ സുരേന്ദ്രൻ എന്നിങ്ങനെ 4 നേതാക്കളാണ് താല്പര്യം പ്രകടിപ്പിച്ചത്. പിന്നീട് MT രമേശ് അതിൽ നിന്ന് പിന്മാറി. എന്നാൽ പത്തനംതിട്ടയില്ല എങ്കിൽ മറ്റു മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് അൽഫോൺസ് കണ്ണന്താനം അറിയിക്കുന്നു. PS ശ്രീധരൻപിള്ളയും കെ സുരേന്ദ്രനും പത്തനംതിട്ടയ്ക്ക് വേണ്ടി വാദിക്കുന്നു. പത്തനംതിട്ട ഇല്ല എങ്കിൽ തൃശൂർ നൽകണമെന്ന് കെ സുരേന്ദ്രൻ പറയുന്നു. ഇത്തരത്തിലുള്ള ആശയക്കുഴപ്പമാണ് ഇപ്പോഴും BJPയിൽ നിലനിൽക്കുന്നത്, സ്ഥാനാർത്ഥി പട്ടികയിൽ നിലനിൽക്കുന്നത്. ഇവിടെയാണ് കേന്ദ്ര നേതൃത്വം കൃത്യമായ ഒരു നിലപാട് സ്വീകരിക്കേണ്ടത്. ആരൊക്കെ മത്സരിക്കണം, ആരെയൊക്കെ മാറ്റി നിർത്തണം, ഏതൊക്കെ മണ്ഡലങ്ങളിൽ ഏതൊക്കെ നേതാക്കളെ സ്ഥാനാർത്ഥികളാക്കണം, ആ സ്ഥാനാർത്ഥി നിർണയത്തിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് എത്ര സീറ്റ് നൽകണം, സ്ത്രീകൾക്ക് എത്ര പ്രാതിനിധ്യം ഉണ്ടാകണം എന്നത് ഉൾപ്പെടെയുള്ള അന്തിമമായ തീരുമാനം കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി തന്നെ ആണ് എടുക്കേണ്ടത്. അവിടെ നേതാക്കളുമായി ആശയവിനിമയം നടത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. അതായത് ഇഷ്ടമണ്ഡലങ്ങൾ ഇല്ല എങ്കിൽ മത്സരത്തിനില്ല എന്ന് അറിയിച്ച നേതാക്കളുമായി ഒരു വട്ടം കൂടി ദേശീയ നേതൃത്വം ചർച്ച ചെയ്യുകയും അതിനുശേഷം അന്തിമമായി തീരുമാനമെടുക്കുകയും ചെയ്യും. ഇന്ന് വൈകിട്ട് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുമ്പോൾ 91 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുമ്പോൾ കേരളത്തിലെ സ്ഥാനാർത്ഥികൾ കൂടി ആരെ എന്നറിയാൻ സാധിക്കുമെന്നാണ് നമുക്ക് പ്രതീക്ഷ. അഭിലാഷ്, മറ്റൊരു കാര്യം, LDFന്റെയും UDFന്റെയും സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നു. UDFന്റെ പൂർണ്ണമായി പുറത്തു വന്നില്ലെങ്കിൽ പോലും സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണെന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. വിജയസാധ്യതയുള്ള A+ മണ്ഡലങ്ങളിൽ പോലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാത്തത് BJPക്ക് എത്രത്തോളം തിരിച്ചടിയാകുമെന്നാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ? അമീന, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ BJP വലിയ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ശബരിമല എന്ന വിഷയം കേരളത്തിലൊട്ടാകെ ചർച്ച ചെയ്യപ്പെടുകയും അത് സർക്കാരിനെതിരായ ഒരു വികാരമായി മാറുകയും ചെയ്തു. അപ്പോൾ വിശ്വാസികൾക്കൊപ്പം നിന്നത് BJP മാത്രമാണ് എന്നുള്ളതാണ് BJP പ്രവർത്തകരുടെ വിലയിരുത്തൽ. മാത്രമല്ല, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്ന് O രാജഗോപാൽ 2ാം സ്ഥാനത്തെത്തുകയും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് RSSന്റെ നിർദ്ദേശപ്രകാരം കൂടുതൽ ജനസമ്മതിയുള്ള ജനകീയനായ സ്ഥാനാർത്ഥിയെ തിരുവനന്തപുരത്ത് മത്സരിപ്പിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ അക്കൗണ്ട് തുറക്കണമെന്ന ആവശ്യം RSS മുന്നോട്ട് വെച്ചത്. അതിന്റെ ഭാഗമായാണ് മിസോറാം ഗവർണർ കൂടിയായിരുന്ന കുമ്മനം രാജശേഖരനെ രാജിവെപ്പിച്ച് തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയാക്കുന്നത്. തിരുവനന്തപുരത്തെ അണികളും RSS പ്രവർത്തകരും വലിയ ആവേശത്തിലാണ് എങ്കിൽ മറ്റു മണ്ഡലങ്ങളിലെ അണികളും 2ാം നിര നേതാക്കളും വലിയ നിരാശയിലാണ്. കാരണം അമീന സൂചിപ്പിച്ചതുപോലെ LDF വളരെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച പ്രചാരണ രംഗത്ത് ഒരു ഘട്ടം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. UDF ആകട്ടെ വടകരയിലും വയനാട്ടിലും ഒഴികെയുള്ള സ്ഥാനാർത്ഥികളുടെ പട്ടിക പ്രഖ്യാപിക്കുകയും പ്രചാരണ രംഗത്ത് സജീവമാവുകയും ചെയ്തു. അപ്പോഴും സ്ഥാനാർത്ഥികൾ ആരെ എന്ന് പോലും അറിയാൻ സാധിക്കാത്ത ഒരു പശ്ചാത്തലം BJPക്കും RSSനുമുണ്ട്. ഇത് തീർച്ചയായും പ്രചാരണ രംഗത്തടക്കം പിന്നോട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുമെന്ന ഒരു പൊതു നിരീക്ഷണം BJP പ്രവർത്തകർക്കിടയിലുണ്ട്. എന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദേശീയ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം
പ്രതിസന്ധിയിലായ മറ്റൊരു ഘട്ടമായിരുന്നു ഗോവ മുഖ്യമന്ത്രി മനോഹർ പരീക്കറിന്റെ മരണം. അവിടെ ഗോവ സർക്കാർ താഴെ പോകുമോ എന്നത് സംബന്ധിച്ച സംശയമുണ്ടായ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് ചർച്ചകളെല്ലാം നിർത്തിവെച്ചുകൊണ്ടായിരുന്നു നേതാക്കളൊന്നടങ്കം ഗോവയിൽ കേന്ദ്രീകരിച്ചത്. പുതിയ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുകയും അർദ്ധരാത്രി തന്നെ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുകയും അധികാരം നിലനിർത്തുകയും ചെയ്യുക എന്നതിന് പ്രഥമ പരിഗണന നൽകി. ആ ദിവസം പൂർണ്ണമായും അങ്ങനെ നഷ്ടപ്പെട്ടു. അതിനുശേഷമാണ് ഇന്നലെ വീണ്ടും യോഗം ചേർന്നത്. ഇന്നലെ യോഗം ചേരുമ്പോഴും 91 മണ്ഡലങ്ങളുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പ്രഥമ പരിഗണന നൽകുന്നു. മൂന്നാം ഘട്ടത്തിലാണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് എന്നതാണ് ദേശീയ നേതൃത്വം നോക്കിക്കാണുന്നത്. പക്ഷേ RSSന്റെ അടക്കമുള്ള സമ്മർദ്ദത്തെ ദേശീയ നേതൃത്വം കരുതലോടുകൂടി തന്നെയാണ് കാണുന്നത്. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം നടത്താൻ BJPക്ക് സാധിക്കുമെന്ന പൊതുവിലയിരുത്തൽ RSSനുമുണ്ട്. അവിടെ കെ സുരേന്ദ്രനെ പോലെയുള്ള നേതാക്കളെ കൃത്യമായ മണ്ഡലങ്ങളിൽ, അതായത് പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ, ഐക്കൺ മണ്ഡലങ്ങളിൽ തന്നെ സ്ഥാനാർത്ഥിയാക്കണം. അപ്രധാനമായ ഒരു ലോക്സഭാ മണ്ഡലവും കെ സുരേന്ദ്രന് നൽകരുത്. ശോഭാ സുരേന്ദ്രനെ പോലെയുള്ളവരെ മത്സര പട്ടികയിൽ ഉൾപ്പെടുത്തണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ RSS നൽകുകയും ഈ സ്ഥാനാർത്ഥി പട്ടിക അനന്തമായി നീളുന്നതിനും തർക്കം തുടരുന്നതിനുമുള്ള എതിർപ്പും വിയോജിപ്പും അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അമീന. ശരി, ഡൽഹിയിൽ നിന്നും KP അഭിലാഷാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.